ഇനിയല്ല ഇറാൻ തിരിച്ചടിക്കുന്നില്ല എങ്കിൽ ശക്തമായ നിലയിൽ അടുത്തൊരാക്രമണം കൂടി പിന്നാലെ ഇറാനിലേക്ക് നടത്തണം എന്ന നിലയിലൊക്കെയാണ് അമേരിക്ക ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് പല മാധ്യമങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ ഇപ്പോഴത്തേക്കും വന്നിട്ടില്ല. നിങ്ങൾ നോക്കുക, ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ നോക്കുക ഇറാന്റെ പദ്ധതി എന്താണ്, ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇറാൻ എത്ര ആയുധങ്ങൾ വിന്യസിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരൊറ്റ പാശ്ചാത്യ മാധ്യമം പോലും വ്യക്തമായി എവിടെയും എഴുതിയില്ല. കാരണം അതീവ രഹസ്യമായിട്ടാണ് ഇറാന്റെ ഓപ്പറേഷൻ. ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്ന നിലപാട് പശ്ചിമേഷ്യയിൽ ഉടനൊന്നും ഒരു യുദ്ധത്തിന് സാധ്യതയില്ല എന്നാണ്. കാരണം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒരു ആക്രമണം നടന്നാൽ അതിലേറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദിയും കുവൈറ്റും ഖത്തറും UAEയും ഒന്നും ഒരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ തങ്ങളുടെ കടൽ മേഖലയോ വ്യോമ മേഖലയോ അമേരിക്കൻ പടക്കപ്പലുകൾക്കോ ഫൈറ്റർ ജെറ്റുകൾക്കോ വിട്ടുകൊടുക്കില്ല എന്ന ബോധ്യം ആദ്യം മുതലേ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇത്രയും നാൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നിർണായകമായ മറ്റു പല വിവരങ്ങളും പുറത്തു വന്നു തുടങ്ങിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം 10ഓളം അമേരിക്കൻ കപ്പലുകൾ ഇറാൻ്റെ തീരത്തേക്ക് അതിവേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പല വാർത്താ മാധ്യമങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക മറ്റൊരു പടക്കപ്പൽ കൂടി ഇറാനിലേക്ക് പോകും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു കോൺവോയ് അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ 10ഓളം കപ്പലുകൾ, അതിൻ്റെ പരിപൂർണമായ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല, തീർത്തും രഹസ്യാത്മകമായിട്ടാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. അതിന് കാരണം ഇസ്രായേലിൻ്റെ സുരക്ഷാ തലവൻ അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപിനെ വാഷിങ്ടണിൽ വെച്ച് കണ്ട് ഇറാൻ്റെ തകർക്കപ്പെടേണ്ട സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചും തന്ത്രപ്രധാന മേഖലകളെക്കുറിച്ചും ഒരു വിശദമായ ക്ലാസ് എടുക്കുകയുണ്ടായി. അതിൽ കൃത്യമായ ചിത്രങ്ങൾ, അതിൻ്റെ പട്ടിക ട്രംപിന് ഇസ്രായേൽ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിലേക്ക് ഈ കപ്പലുകളെ എത്തിക്കുക, അല്ലെങ്കിൽ ഈ മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ്റെ തീരത്തെമ്പാടും കപ്പലുകൾ വിന്യസിക്കുക എന്ന ടാസ്കിലേക്കാണ് അമേരിക്ക ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സ്ഥിതി ഗുരുതരമാവുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതുപോലെയുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ പശ്ചിമേഷ്യയിലെ കടൽ മേഖലയിലുള്ളത്. ഇറാനെ ഏതെങ്കിലും തരത്തിലൊന്ന് ആക്രമിച്ചേ പറ്റൂ എന്ന വാശി ട്രംപിനുണ്ട്. അതായത് നമ്മൾ ഭയക്കുന്ന വിധത്തിലൊരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പണ്ട് കഴിഞ്ഞ ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിന് നേരെ നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയേറെയാണ്. എങ്കിലേ അമേരിക്കയ്ക്ക് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ പറ്റൂ. ഏതെങ്കിലും പാറയുടെ മുകളിൽ കുറേ ബോംബോ മിസൈലോ കൊണ്ടിട്ടിട്ട് ഇറാനെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി എന്ന് വീരവാദവും പറഞ്ഞിട്ട് നിങ്ങൾ ആണവമല്ലാത്തതോ ആയുധങ്ങളോ മിസൈലോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ എന്ന മട്ടിൽ ഒന്നും മിണ്ടാതെ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിരിച്ചുപോക്കായിരിക്കും ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ട്രംപ് ഒരുപക്ഷെ അതായിരിക്കും ഇങ്ങനെ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ ഇതിനിടയിലൂടെ ഇറാനെ കാര്യമായി ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സുരക്ഷാ ഏജൻസിയുമായും അമേരിക്കയുടെ മറ്റ് ചില ഏജൻസികളുമായിട്ടും ഇസ്രായേലിൻ്റെ ചാരസംഘടനയുടെ ഉദ്യോഗസ്ഥരടക്കം യോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തണം എന്ന ലക്ഷ്യത്തിലാണുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാനിലേക്ക് കുറച്ച് പാറ പൊട്ടിക്കൽ പരിപാടികൾ നടത്തിയിട്ട് ഇറാൻ്റെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞ ശേഷം അടുത്ത ആക്രമണം ഇസ്രായേലിൻ്റെ ലക്ഷ്യം കാണുക, അല്ലെങ്കിൽ ഇസ്രായേൽ കാണുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന തരത്തിലേക്ക് ആകും എന്നാണ് വിലയിരുത്തുന്നത്. അതായത് ആദ്യം ഒരു ആക്രമണം ഒരു സാമ്പിൾ ഡോസ് പോലെ കൊടുക്കുന്നു, അതിൽ ഇറാൻ്റെ പ്രതികരണം എന്താണെന്ന് നോക്കുന്നു, ഇറാൻ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വരുമോ എന്ന് വിലയിരുത്തുന്നു. ഇനിയല്ല ഇറാൻ തിരിച്ചടിയിലേക്ക് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് സൗദിയെയൊക്കെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ഇനിയല്ല ഇറാൻ തിരിച്ചടിക്കുന്നില്ല എങ്കിൽ ശക്തമായ നിലയിൽ അടുത്തൊരാക്രമണം കൂടി പിന്നാലെ ഇറാനിലേക്ക് നടത്തണം എന്ന നിലയിലൊക്കെയാണ് അമേരിക്ക ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് പല മാധ്യമങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. പക്ഷേ ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ ഇവിടെയും വന്നിട്ടില്ല. നിങ്ങൾ നോക്കുക, ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്.
നിങ്ങൾ നോക്കുക, ഇറാൻ്റെ പദ്ധതി എന്താണ്, ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇറാൻ എത്ര ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരൊറ്റ പാശ്ചാത്യ മാധ്യമം പോലും വ്യക്തമായി എവിടെയും എഴുതിയിട്ടില്ല. കാരണം അതീവ രഹസ്യമായിട്ടാണ് ഇറാൻ്റെ ഓപ്പറേഷൻ. അല്ലെങ്കിൽ ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ഇറാനിയൻ മാധ്യമങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഗംഭീരമായ പല നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത്, പുറത്തു വന്നിരിക്കുന്നത്, ഇറാൻ തങ്ങളുടെ ആയുധപ്പുരകൾ സജ്ജമാക്കിയിരിക്കുന്നു, അത് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന് സബ്മറൈനുകളുണ്ട്, അതായത് മുങ്ങിക്കപ്പലുകളുണ്ട്. അതിശക്തമായ കരുത്തുറ്റ റഷ്യൻ സാങ്കേതിക സഹായത്തോടു കൂടിയുള്ള മുങ്ങിക്കപ്പലുകളുണ്ട്. അതുപോലെ തന്നെ ഇറാന് ഭൂഗർഭ മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. അതായത് ഈ മിസൈലുകൾ ഉപയോഗിച്ച് എവിടെ നിന്ന് വേണമെങ്കിലും ആക്രമണം നടത്താം. അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും ശത്രുവിന് കണ്ടെത്താൻ പറ്റില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഭൂമിക്കടിയിലെ ഒരു വലിയ മിസൈൽ കലവറയ്ക്കിടയിൽ നിന്നാണ് ഈ മിസൈലുകൾ പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ USS എബ്രഹാം ലിങ്കണും ഇനി 10 കപ്പലുകളും ഒക്കെ വന്ന് ഇറാൻ്റെ പല തീരങ്ങളിലും നങ്കൂരമിട്ട് ഏതെങ്കിലും തരത്തിലൊരു പാറപൊട്ടിക്കൽ നീക്കത്തിലേക്ക് അമേരിക്ക പോയാൽ ഇവിടെ നിന്നായിരിക്കും അടി വരിക. അത് അമേരിക്കൻ പടക്കപ്പലുകളെ മുക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കും എന്നു തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അമേരിക്കയുടെ പടക്കപ്പലുകൾ ആദ്യ ലക്ഷ്യം, 2ാമത്തെ ലക്ഷ്യം ഇസ്രായേൽ, 3ാമത്തെ ലക്ഷ്യം പശ്ചിമേഷ്യയിലെ ഈ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ എന്ന നിലയിലേക്ക് തന്നെയാണ് ഇറാൻ സ്കെച്ച് ചെയ്തിരിക്കുന്നത് എന്ന് ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 10 കപ്പലുകൾ വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ കപ്പലുകൾ വന്നതിന് ശേഷം ഈ കപ്പലുകൾക്ക് പസഫിക് സമുദ്രത്തിൽ എന്ന പോലെ ഈ പേർഷ്യൻ കടലിൽ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇറാൻ്റെ നാവികസേന വികസിപ്പിച്ചെടുത്തിട്ടുള്ള സ്വാം ബോട്ട് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതായത് 100 കണക്കിന് ചെറിയ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ബോട്ടുകൾ ഒരേ സമയം കപ്പലുകളെ വളഞ്ഞ് അത്യാധുനിക മിസൈലുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു തന്ത്രം. ആലോചിച്ച് നോക്കൂ, ഈ USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമാകാരനായ കപ്പലിനെ ഒറ്റയടിക്ക് 100 കണക്കിന് ചെറു ബോട്ടുകൾ വളഞ്ഞ് ചറപറ മിസൈലുകൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ തകർക്കാനുള്ള സമയം പോലും കിട്ടില്ല. ആ കപ്പൽ മുങ്ങുക തന്നെ ചെയ്യും. ഇതാണ് ഇറാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം. അതുപോലെ തന്നെ ഇറാൻ്റെ പക്കലുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ, അതായത് പർവ്വതങ്ങളടക്കം തുരന്ന് നിർമ്മിച്ച ഈ സൈനിക താവളങ്ങൾക്ക് ഏത് ആക്രമണത്തെയും അതിജീവിക്കാനുള്ള ശേഷിയുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന ഇസ്രായേലിൻ്റെ ബ്ലൂ പ്രിൻ്റ് നടപ്പാക്കാനായി അമേരിക്കൻ സൈന്യം തുനിയുകയും അത്തരത്തിൽ ഒരു വലിയ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്രമണം എന്ന് പറയുന്നത് അതിശക്തമായ പ്രത്യാക്രമണം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ളതാണ്. അതായത് ആ ആക്രമണത്തിലൂടെ ഒരിക്കലും ഇറാൻ്റെ സൈനിക താവളങ്ങളോ ഭൂഗർഭ മിസൈൽ നഗരങ്ങളോ തകരില്ല. നേരെ മറിച്ച് അവർ തിരിച്ചടിക്കുകയാണ് ചെയ്യുക. അതാണ് അവരുടെ സ്ട്രക്ചർ. ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പോയിട്ടൊന്നും ആയില്ലല്ലോ. ഇതേപോലെ അതീവ സുരക്ഷിതമായ സൈനിക താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ ഇറാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവ തിരിച്ചടിച്ചാൽ അമേരിക്കയുടെ പൊടി പോലും ബാക്കിയുണ്ടാകില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധമുഖത്ത് ഇറാൻ ഒറ്റയ്ക്കല്ല. പശ്ചിമേഷ്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഇറാൻ്റെ പ്രോക്സികളുണ്ട്. ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇറാഖിലെ മിലീഷ്യകളുണ്ട്. പല തരത്തിൽ പ്രയോഗങ്ങൾ നടത്തുന്ന പല പ്രോക്സി ഗ്രൂപ്പുകളുമുണ്ട്. ഇവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ആക്രമണം വരുന്ന സമയത്ത് ഈ ലെബനൻ മുതൽ യമൻ വരെ നീളുന്ന ഈ സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്ന് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കും. വലിയ നാശനഷ്ടങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്തായാലും ഇതൊക്കെ സജ്ജമാക്കി തന്നെയാണ് ഇറാനുള്ളത്. 100 കണക്കിന് ഡ്രോണുകൾ, 1000കണക്കിന് മിസൈലുകൾ, ഇതൊക്കെ പ്രയോഗിക്കാൻ സജ്ജമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇത്രയും വലിയ തിരിച്ചടികൾ അല്ലെങ്കിൽ ഇത്രയും വലിയ വെല്ലുവിളികൾ അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് ഇറാനും നിലപാട് സ്വീകരിക്കുമ്പോൾ അമേരിക്ക എന്തെങ്കിലും ഒരു പ്രകോപനം നടത്തിയാൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും, വലിയ തകർച്ചയിലേക്ക് പോകും. അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെയായിരിക്കും ഏറ്റവും അധികം തിരിച്ചടി കിട്ടുക എന്നതും യാഥാർത്ഥ്യമാണ്.